നിനക്ക് വിഷമാവുമല്ലോ എന്ന് കരുതി ഞാൻ തോറ്റു തന്നൊന്നുമല്ല. പട്ടിണി കിടന്നാൽ ആദ്യം ചാകുന്ന ഈ കളവനായിരിക്കും. അങ്ങനെ ഞാൻ ചത്തിട്ട് നീ സമാധാനമായിട്ട് ജീവിക്കണ്ട. എന്നാലും ഒന്ന് വിളിക്കാൻ കൂടി ചെയ്യാണ്ട് ഒറ്റക്കിരുന്ന് തട്ടേണ്. എന്തിനാ വിളിക്കുന്നത്? ഉടമസ്ഥന് കാവക്കാരൻ്റെ കൂടെ ആഹാരം കഴിക്കാറില്ലല്ലോ. എന്നാ ഈ ഉടമസ്ഥ കാവൽക്കാരന്റെ കൂടെ ഇരുന്നേ ആഹാരം കഴിക്കും. കാര്യം എന്താണെന്നറിയോ? സ്വന്തം അച്ഛൻ തന്നെ അവളുടെ കാവൽക്കാരൻ. വേണ്ട വേണ്ട, സോപ്പൊന്നും ഇടണ്ട. ഞാനിപ്പോ ഒരു ശല്യക്കാരനായിട്ടാ നിനക്ക് തോന്നുന്നത്. തോന്നലല്ല, ശല്യം തന്നെയാ. പുറംകടലിൽ വള്ളമായിട്ട് പോകുമ്പോ ചില തിരകളും കാറ്റും ഒക്കെ ശല്യമായിട്ട് വരും. കാറ്റിനെയും തിരകളെയൊക്കെ മറികടന്ന് മീൻ പിടിക്കുമ്പോഴേ ഒരു രസമുള്ളൂ. അതുകൊണ്ട് ചില ശല്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടാ. എന്താ നിക്കണേ, നടക്ക്. ഞങ്ങളെയും കൊണ്ട് ഇനി എങ്ങോട്ടാണച്ചോ? ഏതായാലും സിമിത്തേരിയിലേക്കല്ല, ധൈര്യമായിട്ട് എന്റെ കൂടെ വരിക. നിങ്ങളുടെയൊക്കെ ശരീരം പഴയ പോലെ ആക്കണ്ടേ? പോലീസുകാരന് ഇടിയേക്കാൾ ഭീകരായിരുന്നു അച്ചോ ആ ഒഴിച്ചിലാരനെ ചവിട്ടി തിരുമല്ലേ. അത് ഈ ആഴ്ച മുഴുവൻ ചെയ്യേണ്ടതായിട്ട് വരും. അയ്യോ